സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്ന ജനപ്രതിനിധികളായ ജനനായകരെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ മലയാളികൾക്ക്, എല്ലാ വോട്ടർമാർക്ക്, എല്ലാ കോൺഗ്രസ് വിശ്വാസികൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളിവിടെ ഈ മഹാജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത് നിങ്ങളെല്ലാവർക്കും അറിയാം, ഒരു അഭിമാനം നിറയുന്ന ഒരു നിമിഷമാണ്. ഞാനിവിടെ കാണുന്നത് പാർട്ടി പ്രവർത്തകരെ മാത്രമല്ല, സാധാരണ മനുഷ്യനും മഹിളകളും മാത്രമല്ല. ഞാൻ കാണുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നട്ടലാണ്. നിങ്ങളാണ് ഈ പാർട്ടിയെ നിർത്തിയിരിക്കുന്നത് ജനങ്ങളുടെ മനസ്സിലും ജനങ്ങളുടെ ഹൃദയത്തിലും. ഇന്ന് നമ്മൾ ജനാധിപത്യം ആഘോഷിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും വിജയം ആഘോഷിക്കാൻ വന്നിരിക്കുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചെത്തിയവരെ ആദരിക്കാൻ നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ആദ്യം പറയേണ്ടത് എല്ലാവർക്കും ഒരു വലിയ ഹൃദയം നിറഞ്ഞ കൺഗ്രാറ്റുലേഷൻസ് ആണ്. നിങ്ങളെ അഭിനന്ദിക്കുമ്പോൾ അത് പഞ്ചായത്ത് അംഗങ്ങളായ ശരി, കൗൺസിലർമാരായ ശരി, ബ്ലോക്കും ജില്ലയെ പഞ്ചായത്തിൻ്റെ അംഗങ്ങളായ ശരി, ഓരോരോ പ്രസിഡന്റുമാരായ ശരി, നിങ്ങളെല്ലാവരും ഈ നാടിൻ്റെ മൂല്യങ്ങളും ഈ പാർട്ടിയുടെ ചിഹ്നവും ഈ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തിൽ നിങ്ങൾ ആവർത്തിച്ചിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ അയൽവാസികളും നിങ്ങളുടെ ഇടയിൽ താമസിക്കുന്ന ജനങ്ങളുടെ വിശ്വാസം എടുത്തിട്ടാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരോ ലോക്കൽ ഏരിയാസ് തന്ന മാൻഡേറ്റ്, അത് അവരുടെ ഭാവിയെ കാത്തു സൂക്ഷിക്കാനാണ്. അതൊരു വലിയ ഒരു ചുമതലയാണ്. അതെടുത്തിട്ട് നിങ്ങൾ വന്ന കാരണം നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ സന്ദേശം എല്ലാ ഹൃദയത്തും, എല്ലാ മനസ്സിലും, എല്ലാ വീട്ടിലും എത്തിച്ചിട്ടുണ്ട്. അതിന് ഒരിക്കലും കൂടി നന്ദിയും അഭിവാദ്യങ്ങളും ഞാൻ പറയുന്നു. നമ്മൾക്കറിയാം, ഏത് കളിയായാലും ശരി, സ്കോർ കാർഡ് നോക്കിയാൽ പോരാ, എത്ര നന്നായി കളി കളിച്ചു എന്നും അറിയണം. അപ്പോൾ സ്കോർ കാർഡിൽ നല്ല മാർക്ക് കിട്ടാതെ, നല്ല ഗോൾ സ്കോർ ചെയ്യാതെ, നല്ല റൺ അടിക്കാത്ത ചില കളിക്കാരും നന്നായി കളിച്ചിട്ടുണ്ടാകും. അവരും നിങ്ങളുടെ ഇടയിലുണ്ട്. അവരെ ആത്മാർത്ഥതയോട് മത്സരിച്ചിട്ട് അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും കൂടി അവരുടെ വിജയം ഈ പാർട്ടിയുടെ അകത്ത് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ മത്സരിച്ചു, നിങ്ങൾ ആ ധൈര്യം കാണിച്ചു, ഞങ്ങളുടെ പതാക എല്ലാ വീട്ടിലും എത്തിക്കാൻ ശ്രമിച്ചു. അതിൽ അവസാനത്തിൽ ഈ തവണ വിജയം നിങ്ങളുടെ ഉണ്ടായിട്ടില്ലെങ്കിലും നിങ്ങളുടെ ശ്രമത്തിനാണ് നമ്മളെല്ലാവർക്കും നന്ദി പറയേണ്ടത്. ആ ശ്രമം ഭയങ്കര ഉപയോഗമുള്ള ഒരു ശ്രമമാണ്. കാരണം അതിലാണ്, ആ വേദിയിൽ നിന്നാണ് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വളരാൻ പോകുന്നത്. നിങ്ങൾ എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള, ജയിക്കാൻ സാധ്യത കാണാത്ത സ്ഥലത്ത് പോയി നിങ്ങൾ ഇറങ്ങി, നിങ്ങൾ ജയിച്ചിട്ടില്ലെങ്കിലും തിരിച്ചു വന്നവർ ഒരിക്കലും കൂടി ഞങ്ങളുടെ നന്ദി ആണ് ഞങ്ങൾക്ക് പറയേണ്ടത്. ശരിക്ക് കോൺഗ്രസിൻ്റെ മൂല്യങ്ങൾ, നിങ്ങളുടെ ആത്മാർത്ഥതയും നിങ്ങളുടെ ഊർജ്ജയോടും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതിന് ഒരിക്കലും കൂടി നന്ദി. ഒരു കാര്യം മറക്കരുത്, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും എപ്പോഴും ജയിക്കില്ല. പരാജയവും ജയവും ഒക്കെ എല്ലാവരുടെ അനുഭവത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിലുണ്ടാവും. പക്ഷേ നിങ്ങൾ കത്തിച്ച ഒരു പ്രകാശനം, കോൺഗ്രസ് പാർട്ടിയുടെ സന്ദേശം ഇപ്പോൾ കേരളം മൊത്തം എല്ലാവരുടെയും മനസ്സിലും കണ്ണിലും ഒരു വെളിച്ചം കാണിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരുത്തെയും നിങ്ങൾ ഈ ചെയ്ത പ്രവർത്തനം ഒരു വിധത്തിലും ഒരു പരാജയത്തിനൊപ്പം ഒരു വേസ്റ്റ് ആയിരുന്നില്ല. ഇത് എല്ലാ വിധത്തിലും നമ്മളുടെ ഭാവിയുടെ ഒരു ആദ്യത്തെ ഒരു ഫൗണ്ടേഷനാണ് നിങ്ങൾ കെട്ടിയിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ പ്രത്യേകിച്ച് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളുടെ മത്സരിച്ചവരും ജയിച്ചവരും ജയിക്കാത്തവർക്കും
നിങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയതിൻ്റെ മഹത്വം ഒരിക്കലും മറക്കരുത്. കാരണം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളുടെ വലിയ നേതാക്കൾ ഡൽഹിയിലോ നിയമസഭയിലോ പ്രതിപക്ഷ നേതാക്കളോ അങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കേണ്ടത്. സാധാരണ വോട്ടറിൻ്റെ മനസ്സിൽ നിങ്ങളാണ് കോൺഗ്രസ് പാർട്ടി. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയവരാണ് എല്ലാ സാധാരണ പൗരൻ്റെ ജീവിതത്തിൽ ഓരോരോ വിധത്തിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ. നിങ്ങളാണ് ഒരു മാലിന്യം പക്ഷെ വരുമ്പോൾ ഫോൺ എടുത്തിട്ട് ആ മാലിന്യത്തെ മാറ്റാൻ ശ്രമിക്കുന്നത്. നിങ്ങളാണ് ഒരു ഓട നടന്നിരിക്കുമ്പോൾ അതിൽ വെള്ളം ഒഴിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങളാണ് വല്ലവരും വീട്ടിൽ മഴ വന്നിട്ട് വെള്ളം കയറിയ ശേഷം അതിന് പരാതി പറഞ്ഞ് അതിന് പരിഹാരം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ സേവനമാണ് സാധാരണക്കാരുടെ എല്ലാ ദിവസത്തിൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഒരിക്കലും കൂടി ഈ പഞ്ചായത്തും വാർഡ് കൗൺസിലും നഗരസഭയും മുനിസിപ്പാലിറ്റിയും ബ്ലോക്കും ജില്ലാ പഞ്ചായത്തുകളും ഇതിന് പ്രാധാന്യമില്ല എന്ന് വിചാരിക്കരുത്. ഇംഗ്ലീഷിൽ പറയും യു ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് അവർ ഡെമോക്രസി. അതില്ലാതെ നമ്മുടെ ജനാധിപത്യത്തിനൊരു പ്രസക്തി ഇല്ല. വെറും നിയമസഭയിലോ പാർലമെൻറ്റിലോ പ്രസംഗിക്കേണ്ടതല്ല ജനാധിപത്യം. നിങ്ങളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കാണിച്ച ആ താല്പര്യവും നിങ്ങൾ ചെയ്യുന്ന ആ സേവനവും അതിലാണ് ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു കാര്യം പറയാം, മഹാത്മാഗാന്ധിയെപ്പറ്റിയും ഗ്രാം സ്വരാജിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു നമ്മളുടെ ഗ്രാമത്തിലാണ് ഭാരതം താമസിക്കുന്നതെന്ന്. ആ ഗ്രാം സ്വരാജ് എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രാമത്തിൻ്റെ വ്യക്തികൾക്ക് അവരെ സ്വന്തം തീരുമാനം എടുക്കാനുള്ള അവകാശം. അതിനെ പൂർത്തിയാക്കാനാണ് നിങ്ങൾ എത്തിച്ചിരിക്കുന്നത്. നിങ്ങളാണ് മഹാത്മാഗാന്ധിയുടെ സ്വപ്നത്തിനെ യാഥാർത്ഥ്യമാക്കുന്നത്. നിങ്ങളുടെ ആ സേവനമാണ് നമുക്ക് അത്യാവശ്യം. നിങ്ങളുടെ ഓഫീസ് ഒരു പക്ഷേ എയർ കണ്ടീഷൻ ആയിരിക്കില്ല. നിങ്ങൾക്ക് നിയമസഭയിൽ വലിയ സ്ഥാനം ഉണ്ടാവില്ലായിരിക്കും തിരുവനന്തപുരത്തോ ഡൽഹിയിലോ. പക്ഷേ നിങ്ങളുടെ പ്രവർത്തനം, ഇവിടെ 2-3 മേയർമാരിയ്ക്കുന്നുണ്ട്, പല ജില്ലാ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ അവരോട് പറയട്ടെ, നിങ്ങളുടെ സേവനമാണ് ശരിക്ക് ജനാധിപത്യത്തിൻ്റെ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നത്. ഒരു നിയമസഭയിൽ നിയമം പാസ്സാക്കുക, ലോ മേക്കിംഗ് ചെയ്യുക, ആ നിയമത്തിനെ നടപ്പിലാക്കുന്നത് നിങ്ങളാണ്. പഞ്ചായത്തിലും മേയറിൻ്റെ ഓഫീസിലും മുനിസിപ്പാലിറ്റിയിലും ഓരോരോ സ്ഥലത്തിലും. കാരണം ഒരു ലോ എന്ന് പറഞ്ഞാൽ വെറും ഒരു നിയമം പാസ്സാക്കി ഒരു തീരുമാനമെടുത്തു, പക്ഷെ അതിനെ യാഥാർത്ഥ്യമാക്കാനുള്ള ബൈലോസ്, റൂൾസ്, റെഗുലേഷൻസ് അതൊക്കെ താഴെ തട്ടിലാണ് സംഭവിക്കുക. ഒരിക്കലും മറക്കരുത്, ജനാധിപത്യത്തിൻ്റെ ശരിക്കുള്ള പണി, ശരിക്കുള്ള പ്രവർത്തനം നിങ്ങളുടെ ആ ലെവലിലാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ മഹാപഞ്ചായത്തിൽ ഈ മഹാജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഡൽഹിയിൽ നിന്ന് എത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാവരെയും ആദരിക്കാൻ. ഇത്ര പ്രധാനപ്പെട്ട ഒരു സേവനം നിങ്ങൾ ചെയ്യുന്നതാണ്. ഒരിക്കലും മറക്കരുത്, ഇതിനെ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു തീരുമാനം തന്നെയായിരുന്നു. നമ്മളുടെ ഭരണഘടനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും മഹാത്മാഗാന്ധിയുടെ ഈ സ്വപ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും ശരിക്ക് രാജീവ് ഗാന്ധിയാണ് 35 വർഷം മുമ്പ് ആവശ്യപ്പെട്ടത്, 35-40 വർഷം മുമ്പ് ആവശ്യപ്പെട്ടത് പഞ്ചായത്തി രാജ് കൊണ്ടുവരണമെന്ന്. നമ്മളുടെ ഭരണഘടനത്തിലത്തെ 73-ാമത്തെയും 74-ാമത്തെയും അമെൻമെൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് കൊണ്ടുവന്നത് പഞ്ചായത്തുകൾക്ക് ശക്തി കൊടുക്കാൻ. അത് രാജീവ് ഗാന്ധിയുടെ പ്രവർത്തനമായിരുന്നു എന്ന് ഒരിക്കലും മറക്കരുത്. അദ്ദേഹം പറഞ്ഞു, ജനാധിപത്യം ഡൽഹിയിൽ നിന്നല്ല ആരംഭിക്കേണ്ടത്, ജനാധിപത്യം ഗ്രാമത്തിൽ നിന്നാണെന്ന്. അങ്ങനെയാണ് അദ്ദേഹം നമ്മുടെ ജനാധിപത്യത്തെ ഒരു ശക്തി കൊടുക്കാൻ, ഒരു ബലം കൊടുക്കാൻ, ഗ്രാമദേശത്തിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് ഗ്രാമസ്വരാജിനെ യാഥാർത്ഥ്യമാക്കിയത്. അദ്ദേഹം 73-ാമത്തെയും 74-ാമത്തെയും കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആവശ്യപ്പെട്ടു. അത് പാസ്സായ ശേഷം കോൺഗ്രസ് പാർട്ടി ഈ പഞ്ചായത്തി രാജ് പറയുന്നത് വെറുമൊരു സ്വപ്നമല്ല, വെറുമൊരു സങ്കല്പമല്ല, അതൊരു നമ്മളുടെ ഭരണഘടനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റി. അങ്ങനെയാണ് ഒരു സ്റ്റേറ്റസ് കിട്ടിയത് നമ്മളുടെ പഞ്ചായത്തിന്. കഷ്ടിച്ച് 35 വർഷമേ ആയിട്ടുള്ളൂ. അങ്ങനെയാണ് ഫണ്ട് കിട്ടിയത് നിങ്ങളുടെ പ്രവർത്തനത്തിനെ ശരിയാക്കാനും നടപ്പിലാക്കാനും.
അങ്ങനെയാണ് ലെജിറ്റിമസി കിട്ടിയത്. ആ ഭരണഘടന മാറ്റം വന്ന കാരണം നിങ്ങളെല്ലാവർക്കും ഈ കാര്യത്തിൽ സേവനം ചെയ്യാൻ സാധിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ ഈ പ്രവർത്തനത്തിൻ്റെ കാരണമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ, ഈ കൗൺസിലിലും ഈ മേയർ ഓഫീസിലും ഈ പഞ്ചായത്തിലിരിക്കുമ്പോൾ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ ആ ലെഗസിയെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ അഭിമാനത്തോടെ പറയട്ടെ. പാട്ട് കഴിഞ്ഞു. ഈ രാജ്യത്തെ വർഗീയ ഭീകരവാദികളോട്, വർഗീയ ഫാസിസ്റ്റുകളോട് ഈ രാജ്യത്തിന്റെ മതേതര മുഖം നിലനിർത്താൻ ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടി എന്നും നിരന്തരമായി പോരാടുന്ന ഇന്ത്യയുടെ പാർലമെന്റിന്റെ, ഇന്ത്യയുടെ പ്രതീക്ഷയായ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഈ വേദിയിലേക്ക്, ഈ മഹാപഞ്ചായത്തിൽ ഈ വിജയോത്സവം 2026 കടന്നു വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, ഈ ജനതയ്ക്ക് വേണ്ടി ഹൃദയപൂർവ്വം കൊച്ചിയുടെ മണ്ണിലേക്ക്, അറബിക്കടലിന്റെ നാട്ടിലേക്ക് സ്വാഗതം ചെയ്തു. നന്ദി, നമസ്കാരം. എന്റെ വാക്കുകൾ പൂർത്തിയാക്കട്ടെ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് എത്തിക്കഴിഞ്ഞു. ഞാൻ പറയേണ്ടായിരുന്നത്, നിയമസഭയിൽ പാസ്സാവട്ടെ, നടപ്പിലാക്കുന്നത്, ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നത് അത് നമ്മളുടെ പഞ്ചായത്തുകളും നമ്മളുടെ വാർഡ്സിലും നമ്മുടെ കൗൺസിലർമാരുടെയും പ്രവർത്തനമാണ്. അതിനെ ആദരിക്കാനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം മാത്രം പറയട്ടെ. നിങ്ങളെല്ലാവർക്കും ഇവിടെ അറിയാമല്ലോ, ഈ മഹാപഞ്ചായത്ത് കഴിഞ്ഞാൽ 3 മാസത്തിൻ്റെ അകത്ത് ഒരു വലിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ വമ്പിച്ച ഭൂരിപക്ഷം നമ്മളുടെ വേലിയാണ്. അതൊരു വലിയൊരു വൃക്ഷം നമ്മൾക്ക് കെട്ടിക്കണം. നിങ്ങൾക്ക് ജനങ്ങളുടെ അടുത്ത് സമ്പർക്കം ചെയ്യാൻ അവസരമുണ്ടായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ആ സമ്പർക്കം ഇനി അടുത്ത 3 മാസം ഇനിയും കാണണം. ഞാൻ പറഞ്ഞില്ലേ, കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സമ്പർക്കം, അത് ജനങ്ങളോടൊപ്പം മനുഷ്യന്മാരുടെ കണക്ടിവിറ്റിയാണ് പ്രാധാന്യം. അതുകൊണ്ട് ഒരിക്കലും കൂടി നിങ്ങളോട് ഞാൻ പറയുന്നു, ഒരു സുഭദ്ര കേരളയ്ക്ക് വേണ്ടി UDF നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ അത്യാവശ്യമാണ്. അതുമാത്രമല്ല, നമ്മൾ ഈ രാജ്യത്തിൽ എല്ലാവരെയും ഒരേപോലെ കണ്ടിട്ട് കൊണ്ടുപോകണം. നമ്മളെ ഭിന്നിക്കാൻ ചിലവർ ശ്രമിക്കുന്ന സമയത്തിൽ നമ്മളെല്ലാവരെയും ഒരേപോലെ കണ്ടിട്ട് എല്ലാവരുടെയും വികസനത്തിന് വേണ്ടി, എല്ലാവരെയും ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിൽ ജാതി മതം ഒന്നും നോക്കാതെ നമ്മളെല്ലാവർക്കും വേണ്ടി നമ്മുടെ സന്ദേശം എത്തിക്കണം. നിങ്ങളെല്ലാവരെയും സേവനത്തിൽ, വികസന കാര്യങ്ങളെല്ലാറ്റിനും നിങ്ങൾ ഇതൊന്നും നോക്കാതെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുക. നിങ്ങളുടെ സേവനം, നിങ്ങളുടെ ഭരണം കിട്ടിയ സ്ഥലത്തിലൊക്കെ അതായിരിക്കും നമ്മളെല്ലാം വെച്ച് നല്ല സന്ദേശം. കോൺഗ്രസ് പാർട്ടി ജനസേവനത്തിന് ഇറങ്ങുന്ന ഒരു പാർട്ടിയാണ്. നമ്മൾ വെറും കുറ്റം പറയുന്ന, ഒരു കുറ്റം കണ്ടുപിടിക്കുന്ന പാർട്ടി മാത്രമല്ല, നമുക്ക് എല്ലാ വീട്ടിലും വികസനത്തിന് സന്ദേശം എത്തിക്കാനൊരു കഴിവുണ്ട്. നമ്മൾ ഐക്യത്തിൻ്റെ പാർട്ടിയാണ്, ഭിന്നിക്കുന്നൊരു പാർട്ടിയല്ല. നമ്മൾ പ്രവർത്തനത്തിൻ്റെ ഒരു പാർട്ടിയാണ്, വെറും മുദ്രാവാക്യങ്ങളുടെ പാർട്ടിയല്ല. ഇത് മാത്രം പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരുടെയും സേവനത്തിൽ ഒരിക്കലും കൂടി നന്ദി പറഞ്ഞ്, ഇനി വരാൻ പോകുന്ന മാസങ്ങളിലും വർഷങ്ങളും ജനപ്രതിനിധികളായിട്ട് നന്നായി സേവനം ചെയ്തും കൂടി പറയട്ടെ. ഒരിക്കലും കൂടി ഈ നാടിൻ്റെ ഭാവിക്ക് വേണ്ടി, കേരളത്തിൻ്റെ ഓരോരോ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് അതിന് പരിഹാരം കൊണ്ടുവരാൻ വേണ്ടി, സാധാരണ ജനങ്ങൾക്ക് വികസനത്തിന് ഗുണം അവരെ വീട്ടിലെത്തിക്കാൻ വേണ്ടി എല്ലാറ്റും നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി ഈ സമയത്ത് തയ്യാറാണെന്നും കൂടി ഒരു സന്ദേശം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് കോൺഗ്രസ്, ജയ് ഹിന്ദ്.